ശ്രീ സതീഷ് ഗോപി, ഈ ഗണപതി മിത്താണെന്ന് പറയാൻ ശാസ്ത്രത്തെ വല്ലാതെ അങ്ങ് ചേർത്ത് പിടിക്കും. ആചാരലംഘനത്തിനെ ന്യായീകരിക്കാൻ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കും. പക്ഷെ വേണ്ടിടത്ത് ശാസ്ത്രത്തെ മാറ്റി നിർത്താൻ ശ്രമിക്കും. എന്തൊരു ഇരട്ടത്താപ്പാണ് അല്ലേ? തീർച്ചയായും ആചാരവിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തെ കൂട്ടുപിടിക്കും. അത് വളരെ ശരിയാണ്. പക്ഷേ ശാസ്ത്രജ്ഞരെ വേണ്ടുന്ന മേഖലയിൽ ശാസ്ത്രജ്ഞരെ അവഗണിക്കും. അതാണല്ലോ ഈ ഉത്തരവ് കാണിക്കുന്നത്. ഇതിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടത്, ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഗൈഡ് ചെയ്യാനും നിർദ്ദേശം കൊടുക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇതേപോലൊരു ദുരന്തവേളയിൽ അതിന് നമുക്ക് എക്സ്പേർട്സിൻ്റെ ആവശ്യമുണ്ട്. അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊന്നും ചെയ്യാനൊക്കില്ല. ഈ ദുരന്തം നടന്നപ്പോൾ അവിടെ പട്ടാളവും ദുരന്ത നിവാരണ സേനയും അവിടെയുള്ള ആൾക്കാരുടെ വോളണ്ടിയേഴ്സും എല്ലാം വന്നപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ മെഷീനറി അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിൽക്കുകയായിരുന്നു എന്ന് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എനിക്കിപ്പോൾ ശരിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നു. എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, പട്ടാളം ഒരു പാലം കെട്ടി തീരുന്നത് വരെ അതിനപ്പുറത്ത് എന്തുണ്ട് എന്ന് നമ്മുടെ സംവിധാനങ്ങൾക്ക് അറിയില്ല. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എത്ര പേർ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളതറിയില്ല. ഇന്നും PRDയിൽ നിന്നും വന്ന ഒരു റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ മരണം 192. അതേസമയം നമുക്ക് 334 ഇന്ന് മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡിഫറൻസ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ മെഷീനറി കറക്റ്റായിട്ട് ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എത്ര പേർ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു അറിയില്ല. എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ ആ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു കണക്കില്ല. ഇതുപോലൊരു ഡിസാസ്റ്റർ വരികയാണ്. 5 വർഷത്തിന് മുമ്പ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്നും 2 കിലോമീറ്റർ അകലെ ഇതേപോലൊരു ദുരന്തം നടന്ന മേഖലയാണ്. അങ്ങനെ ദുരന്തം നടക്കുമ്പോൾ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. അത് ആൾക്കാർക്ക് ബോധവൽക്കരണം നടത്തണം. ഒരു വോളണ്ടിയേഴ്സിനെ, ഒരു ടീം ഓഫ് വോളണ്ടിയേഴ്സിനെ ഇതുപോലെയുള്ള സ്ഥലത്ത് നമ്മൾ വാർത്തെടുക്കണം. അവിടെ ഉള്ള ആൾക്കാരെ തന്നെ വാർത്തെടുക്കണം. ആ വോളണ്ടിയർ, അതെ, ഒരു ദുരന്ത നിവാരണ സേന എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വോളണ്ടിയർ ടീം, അവർ അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നാട്ടുകാർ തന്നെ സംസാരിക്കുമ്പോൾ നാട്ടുകാർക്ക് ബോധ്യമാവും. പക്ഷേ അത് മാത്രം പോരാ. ഇവരെ കൊണ്ടുവന്ന് മാറ്റി പാർപ്പിക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിയണം. ആ ഹാളിൽ അവിടെ ഒരു 2000 പേരുണ്ടെങ്കിൽ 2000 പേരെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം ഉണ്ടാകണം. അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റി ഉണ്ടാകണം. ഇതെല്ലാം ചെയ്യാം. അപ്പോൾ വേറൊരു ചോദ്യം വരും, ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ദുരന്തം ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റ് ഫംഗ്ഷനെല്ലാം ഇത് വാടകയ്ക്ക് കൊടുക്കാം. അങ്ങനെ അവിടുത്തെ ലോക്കൽ ബോഡിക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം. അത്യാവശ്യ ഘട്ടത്തിൽ അത് ആൾക്കാരെ പാർപ്പിക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാളായിട്ട് മാറണം. ഇത് ലോകത്തിലെല്ലാ സ്ഥലത്തും ദുരന്തം ഉണ്ടാകുന്ന, ഇപ്പോൾ കാലിഫോർണിയയിൽ തീ പിടിക്കുന്നു, എല്ലാ വർഷവും ഉള്ളതാണ് ഫോറസ്റ്റ് ഫയർ. അവിടെയുള്ള ഒരു വീട്ടിൽ പോയാൽ നമ്മൾ വീട്ടിനകത്ത് കയറുമ്പോൾ മതിലിൽ അവരുടെ അകത്ത് സ്വീകരണ മുറിയിൽ വലിയൊരു പിന്നീട് ഒരു പേപ്പർ ഒട്ടിച്ചിരിക്കും. അതിൽ ഈസ്റ്റിൽ നിന്ന് പുക വന്നാൽ ഞാൻ ഏത് വഴി പോകണം, വെസ്റ്റിൽ നിന്ന് പുക വന്നാൽ, സ്മോക്ക് വന്നാൽ ഞാൻ ഏത് വഴി പോകണം, ഏത് റോഡിലൂടെ ഞാൻ രക്ഷപ്പെടണം, അതുപോലെ എനിക്ക് ചുമ വന്നു കഴിഞ്ഞാൽ ഞാൻ ഏതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓരോ കാര്യവും വ്യക്തമായിട്ട് വിവരിച്ച് ചുവരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഏത് ഡോറ് വഴി ഞാൻ ഇറങ്ങിപ്പോകണം, കിഴക്ക് നിന്ന് വരികയാണെങ്കിൽ ഏത് ഡോറ് വഴി ഞാൻ ഇറങ്ങിപ്പോകണം. ഇത് എന്താണ്? ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. അതേപോലെ ഇവിടെയുള്ള വീടുകളിൽ ബോധവൽക്കരണം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ബോധവൽക്കരണം 5 കൊല്ലം മുമ്പ് നമുക്ക് തുടങ്ങാമായിരുന്നു. ഇന്ന് ബോധവൽക്കരിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അവരുടെ ഇൻഫർമേഷനും, ഇതുപോലെ നമ്മുടെ പിന്നീട് നേരത്തെ ഒരു ഏജൻസിയെ പറഞ്ഞു ഹ്യൂം, ആ റിപ്പോർട്ടെല്ലാം കിട്ടുമ്പോൾ തന്നെ അവിടെയുള്ള എൻ്റെയർ ആൾക്കാരെ നമുക്ക് മാറ്റി പാർപ്പിക്കാൻ കഴിയും. നമ്മുടെ പാർലമെൻറ്റിൽ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു. ഇങ്ങനെ സംഭവിക്കുമെന്ന്, ഒരു ദുരന്തം സംഭവിക്കുമെന്ന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പിന്നീട് 7-9 പേരടങ്ങുന്ന സംഘത്തെ ഞങ്ങൾ വിട്ടിരുന്നു. ഇത് ബന്ധപ്പെട്ട പിന്നീട് സ്റ്റേറ്റ് അതോറിറ്റിയെ അറിയിച്ചിരുന്നു, എല്ലാം പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ എന്താണ് സംഭവിച്ചത്? ആൾക്കാർ കാഴ്ചക്കാരായിട്ട് നിന്നു, ദുരന്തം നടന്നു. അവിടെ ആദ്യം ഓടി എത്തിയത് അവിടെയുള്ള എന്താ പറയുന്നത് മിലിറ്ററി സംഘങ്ങൾ, നമ്മുടെ പിന്നെ നേവിയും എയർഫോഴ്സും നമ്മുടെ മിലിറ്ററിയും അതുപോലെയുള്ള കാര്യങ്ങളാണ് ആദ്യം ഓടിയെത്തിയത്. ഓടിയെത്തി അവിടെ ഈ പ്രവർത്തനമെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ മിഷൻ കുറച്ച് പോലീസുകാരും, ആവശ്യമുള്ള എല്ലാ പോലീസുകാരും ഉണ്ടായിരുന്നു, അതിലൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മെഷീനറി അത് നിശ്ചലമായിരുന്നുവോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ രാവിലത്തെ പത്രത്തിലെ വാർത്തകളെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്? എവിടെയോ എന്തോ പാളിച്ച വന്നു. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.